എല്ലാവരോടും സൗണ്ട് കോള് പറയുന്നത് കേൾക്കൂലേ? എല്ലാവരോടും അന്വേഷണം കുറെ ആൾ അന്വേഷിക്കുക. അച്ഛനായി തുടങ്ങുന്നവരുടെ ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് അല്ലേ? ബാബ വന്ന വിശേഷം പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പോൾ അൻവി അടുത്ത ദിവസം രാവിലെ തന്നെ സ്കൂളിലേക്ക് പോക്കാന്ന്. ഇവനെ കൊണ്ടാക്കിയിട്ട് വേണം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ തന്നെ വണ്ടി ഇപ്പോൾ സ്കൂൾ ബസ് ഇപ്പം വരും. അപ്പോൾ നമുക്ക് എന്നിട്ട് ഞാൻ ലേറ്റായിട്ട് ഇന്നലെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനല്ല, നമ്മളെല്ലാവരും വന്നിട്ട് ദേശീയം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കലാണ്. ഞാൻ റെഡിയായി ഇവനെ റെഡി ആക്കി എന്നിട്ട് ഇവനെ കൊണ്ടാക്കി അവിടെ വന്നിട്ട് നേരെ നമ്മളിവിടെ പോകും. എവിടെ പോവാ? അവൻ്റെ അടുത്തല്ലേ? അപ്പോൾ ബാക്കി യേശുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇന്നലെ ഇട്ട വീഡിയോൻ്റെ അകത്ത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്, യേശു ഓക്കെ അല്ലേ, പിന്നെ എന്തൊക്കെയാണ് അവസ്ഥ, കാര്യങ്ങൾ, സുഖപ്രസവമാകുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. എല്ലാം പറയാം. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപാട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളോട് പറയട്ടെ. സ്കൂൾ ബസ് വരാനായി, വേഗം വിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് തിരക്കാക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എന്നാൽ നോക്കെ ബാക്കി നമുക്ക് സ്കൂളിലെത്തിയിട്ട് പറയാം. ഓ ഉമ്മ അച്ഛനില്ല, പിടിക്കുക വീണു ഇത് പിടി. അടുത്ത ദിവസം നമ്മളങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലെത്തി. ഇനി ഇന്നത്തെ വിശേഷം ഹോസ്പിറ്റൽ, വീണ്ടും വീഡിയോ, ചേച്ചിന്റെ വിശേഷങ്ങൾ കാണണ്ടേ? ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. സഹിച്ചേ, ഞാൻ വന്നപാട് ഞാൻ ചോദിച്ച് എല്ലാം ഓക്കെ അല്ലേ? ഞാൻ ഒരുപാട് ഉറങ്ങിയിട്ടില്ല. ഞാൻ അല്ല, അമ്മ ഇരുന്നിടത്തുനിന്ന് കണ്ണടച്ച് പോകുന്നു. അപ്പോൾ പാവ ഓക്കെയാണ്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഓക്കെയാണ് അല്ലേ? എല്ലാ അടിപൊളിയാണ്, പക്ക സൂപ്പറാണ്. ഏകദേശം എല്ലാവരും ഒരു ഏകദേശം ഓക്കെയാണ്. നെച്ചുവിനും അൻവീൻ്റെ എല്ലാം ഏകദേശം വൈബ് ഉണ്ട്. അപ്പോൾ ഉറക്കിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഏകദേശം നല്ല ഹാപ്പി ആയില്ലേ? ആയോന്നാ ഒരു രാത്രിക്കത്തെ ഉറക്കോ ഒഴിവാകുമ്പോൾ അല്ലേ ഒരു പ്രത്യേക എനർജി. നീ മാക്സിമം ഉറങ്ങിക്കോട്ടാ, നീ ഇപ്പം മാക്സിമം ഉറങ്ങിക്കോങ്ങാനാകുന്നില്ലല്ലോ അതല്ലേ? ബാക്കി ഇവനെ പരമാവധി കുറച്ച് ദിവസത്തേക്ക് ഉറങ്ങാൻ വിട്ടത്. ഇപ്പം അതാണ് വേണ്ടത്. ഓള് ഉഷാറായിട്ട് ഇപ്പം പകൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ. രാത്രിക്കൊക്കെയുള്ള തയ്യാറെടുപ്പാന്ന് ഓള് സൈഡിൽ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. എച്ച് പുറത്തുനിന്ന് കളി തന്നെയാണ്. പൊടിയരിക്കഞ്ഞി കുടിച്ചോന്ന് പറഞ്ഞു. നമുക്ക് നാളെ തൊട്ടൊരു പൊടിയരിക്കഞ്ഞി അത് പ്രശ്നമല്ല. ആരും പുറത്തുനിന്ന് എല്ലാവരും നോക്കിയിട്ടൊന്നുമില്ല. ഫോണിൽ എല്ലാവരും ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്ന ഇപ്പം നോക്കല്ലേ അല്ല, ഫോണ് നോക്കരുതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം പറഞ്ഞുതരാം നമ്മൾ എല്ലാവരും ചോദിക്കുന്ന വിശേഷങ്ങളിൽ അല്ലേ? അല്ല, ഇവരോട് ഞാൻ പറയാം ഫോണ് ഇപ്പം നോക്കണ്ട, എല്ലാം വിശേഷങ്ങൾ സാഹിത്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇങ്ങനെ വിശേഷങ്ങളും പിന്നെ സുഖമാണോ, യേശുവിന് സുഖമാണോ, പിന്നെ കുറേ ആൾ നോർമലാണോ, സിസേറിയനാണോ, എന്തൊക്കെയല്ലോ ചോദിക്കുന്നുണ്ട്. സംശയങ്ങളോട് ആകാംക്ഷയും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞു തരാം കേട്ടോ. അവളിപ്പോൾ റെസ്റ്റ് എടുക്കലാണ്. ഇപ്പോൾ കുട്ടി കുറച്ച് നേരം ഉറങ്ങുമ്പോൾ ഒരു സമാധാനത്തിലുള്ള ഉറങ്ങുന്നതല്ല കിടന്നിട്ടുള്ളത്. അന്നേരം ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കല്. ഒരു തിരക്കിലും വിടൂലെന്ന് തന്നെ. ഏത് കുട്ടി ഇറങ്ങുമ്പോൾ അവൾ ഉറങ്ങുന്നില്ല. കുട്ടി അപ്പുറം ഉറക്കാന്ന്. ബാക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? എല്ലാവരോടും സൗണ്ട് കോള് പറയുന്നത് കേൾക്കൂലേ? എല്ലാവരോടും കുറെ ആൾ അന്വേഷിക്കുക. കാര്യം പറഞ്ഞു നിന്റെ അന്വേഷണം. ഇനിഷ്യലി നമ്മള് പിന്നെ ഡെലിവറി കഴിഞ്ഞു പറഞ്ഞിട്ട് ഇട്ട ഒരു ഫോട്ടോ ഇട്ടേനല്ലോ. എത്രയാണ്? 25K കമന്റ് തന്നെ. 10-25,000 ആൾക്കാരാണ് വിശേഷങ്ങൾ. അത് ഇൻസ്റ്റയില് മാത്രം. അതായത് എല്ലാവരോടും പറഞ്ഞ എനിക്ക് സുഖാണ്, എല്ലാരോടും നീ നിന്റെ വായിന്ന് കേട്ടോട്ട് സുഖാണ്. കേരള ജനത മൊത്തം ഓക്കെ. മറ്റേ കാവടി തുള്ളി വന്നല്ലേ അതെല്ലാരും ചോദിച്ചിട്ടാ. കാവടി തുള്ളി പോയിട്ട് എന്തായി? കാവടി തുള്ളി പോയ ആള് കിടക്കുന്നണ്ട. അപ്പൊ അതേപോലെ തന്നെ കൂളിംഗ് ക്ലാസ് എല്ലാം വെച്ച് പോയ പോക്ക് കണ്ടിട്ട് രാത്രി ഉറങ്ങിയില്ല. അപ്പൊ എല്ലാം ഓക്കെയാന്ന്, വേറെ കുഴപ്പമൊന്നുമില്ല. കൊടുത്തു വെച്ചു കഞ്ഞി കുടിച്ചാൽ ഒരു വിധം കിടന്ന് കിട്ടിയതാണ്. അങ്ങനെ ഒരു വിധം കിടന്ന് കിട്ടിയതാണ്. കഞ്ഞി കുടിക്കാൻ പറഞ്ഞേരം അതങ്ങനെയാണ്. കുറച്ച് പാല് കൊടുത്ത് പിന്നെ കിടക്കുമ്പോഴേക്ക് അടുത്ത കഞ്ഞി കുടിക്കണം.
കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കിടന്ന ആളല്ലേ, അതിൻ്റെ അപ്പുറം കിടന്ന ആളല്ലേ, അതാ താഴെ നിന്നിട്ട് അല്ല 2 കൊല്ലം പോയ പോക്ക് നോക്കറോ അല്ലേ. ഈ വീഡിയോ കാരണം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്ത്? നിങ്ങളെന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുന്നേ ഇതേപോലെ ഇപ്പോൾ ഇത് ഈന മോനെ ഒച്ചയാക്കുന്ന സാധനം അധികം ഒന്നല്ല. നിങ്ങളിപ്പോൾ ഒരു അത്ര വീഡിയോ മുമ്പ് കാണുമ്പോൾ എവിടെയും പോ, എത്ര പെട്ടെന്ന് വർഷങ്ങളിലും പോന്നെ. ഇപ്പം ഇന്നലെ അപ്പുറം കടന്ന പോലെ തോന്നുന്നു എനിക്കിപ്പോൾ. ഓളോട് പറയുമ്പോൾ എനക്കങ്ങനെയൊന്നും തോന്നില്ല എന്ന് പറയും. നിമിഷവും ഞാൻ അറിഞ്ഞിരുന്നു. അത് വിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തേരം മറന്നുപോയതായിരിക്കും. അത് ശരിയാ, ഓൻ ചിലപ്പോ കുട്ടി എന്റെ കൈമിലാണ് ഉള്ളതെന്ന് വെച്ചിട്ട് കിടന്ന് അത് ഒരു അച്ഛനാവുമ്പോ അങ്ങനെയാണപ്പാ. പിന്നെ ഓൻ ആ ഒരു അച്ഛൻ നല്ല ആ ഒരു ഇത് കൊണ്ട് ഓൻ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നലെ തൊട്ട്. സഹിച്ചാ ഞാൻ ഹാപ്പിയാണ്. ശരിയാ, ഇന്നലെ വരെ നീ സഹായിച്ചല്ലേ, ഇന്ന് നീ അച്ഛനല്ലേ അല്ലേ? നമ്മളെ ഗ്യാങ്ങിലേക്ക് സ്വാഗതം അല്ലേ ചോദിച്ചു. വയനാട് നിന്ന് ഓടി പിടിച്ചിട്ട് കാണാൻ വേണ്ടിട്ട് പ്രിയദർശിനി ബസ്സിൽ കയറി വന്നു. ഞാൻ അങ്ങനെ എടുത്തു. പാവം പിള്ളേർ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ട് ഒരു മിന്നായം പോലെ ഓടി വന്ന് നന്ദി വേടറാ നന്ദി. രഞ്ജുവേട്ടനോട് ഞാൻ പ്രത്യേകം ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു കേട്ടാ. യേശു എവിടെ പോയിനി? സൗണ്ട് മൈക്കെടുക്കാൻ വിട്ടുപോയി. കുട്ടീൻ്റെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ കൊണ്ടിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ നോക്കും. ഇപ്പോൾ ഓരോ ടെസ്റ്റ് ചെയ്യില്ല, ഐ ടെസ്റ്റ്, ഇയർ ടെസ്റ്റ്. ട്രാവലിംഗ് ഡോക്ടറൊന്ന് നോക്കാൻ പറഞ്ഞു കേട്ടാ. യേശു ഒരാൾ രാത്രിക്കകത്തെ പാവം ആ ഒരു അച്ഛനായിട്ട് ഞാൻ ഉറക്കം നടക്കാത്തതിൻ്റെ വിളിച്ചോ ഉറങ്ങിക്കൂട്ടുന്ന ഞാനെല്ലാം ഉറക്കം കഴിഞ്ഞിട്ട് പറയുന്നില്ല. അച്ഛനാകുമ്പോൾ അങ്ങനെ ഉറങ്ങാൻ പാടില്ല. അൻവി സേവനെ വിളിച്ചോ, എല്ലാവർക്കും ദേഷ്യം പറ്റും. അഭിനയ ഉറങ്ങുന്നതല്ല, വെറുതെ കളിക്കുന്ന. ഇങ്ങോട്ടേക്കാ എന്നാന്ന് ഉറക്ക് കിട്ടുന്നില്ല. എന്നാണ് ഉറക്ക് ഉറക്കിനങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതേണ്ട വൈകുന്നേരം ആകുമ്പോൾ ഓഹോ കേട്ടാ. എൻ്റെ മോനെ പവൻ്റെ മോൻ സ്കൂൾ വിട്ടിട്ട് 3 ദിവസമായി ഇപ്പോൾ ഇതേപോലെ ഇവിടെ വരുന്നു. ഞാൻ വരുന്ന സമയത്ത് ഇവനോട് പറഞ്ഞു അമ്മ വീട്ടിലല്ലേ നമുക്ക് കുറച്ച് കഴിയും പോവാന്ന്. അപ്പോൾ വീടെല്ലാം പാടിയിട്ട് സാരമില്ലാന്ന്. സാരമില്ലാന്ന് പറയുമ്പോൾ വീടെല്ലാം അങ്ങ് പോയിനി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് വേറൊരു സംഭവം കൂടി പറയാനുണ്ട്. ഓണത്തിൻ്റെ ഒരു സെറ്റപ്പ് നമ്മൾ ആക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ഓണത്തിന് നമ്മൾ കുറച്ച് ഡ്രസ്സും സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് കൂടി നമ്മൾ പറയുന്നതാണ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടും പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഒരു അരമണിക്കൂർ അതൊന്ന് സെറ്റാക്കിയിട്ട് വേണം കൂടി വരാൻ. നാളെ ചെറിയ അൻവീനെ മാവേലിനെ കിട്ടിയാലോന്ന് ഞാൻ ആലോചിക്കുന്നു. മാവേലിനെ നിങ്ങളെ കെട്ടട്ടെ? നിന്നെന്നാ കെട്ടണ്ടേ? ഷൂപ്പണ കഴിഞ്ഞാ ഷൂപ്പണെങ്കിൽ നാണ്ടണേ നീ എന്തിനാണേ? അന്നേരം ഒന്നും കെട്ടണ്ടല്ലോ, അങ്ങനെ തന്നെ നിൽക്കുമല്ലേ വേണ്ടു. നിന്നെന്നാ അവനെ കെട്ടണ്ടേ? മഹാവിഷ്ണുവിനെ കെട്ടിയാൽ ഇന്ന കടത്ത് എടാ മഹാവിഷ്ണുവിനുണ്ടല്ലേ. അച്ഛനായി തുടങ്ങുന്നവരുടെ ഉറക്കാ ആയിട്ടില്ല. ആയില്ല മകനെ ആയില്ല. പിന്നെ ഫുള്ള് കുട്ടീൻ്റെ കാര്യം മൊത്തം സഹിതൊക്കെ നോക്കി ആശുപത്രിയിൽ 5 ദിവസം വേറെ ഒരു നീ ഇങ്ങനെയെല്ലാം പറയുന്നേ. അതിന് ശേഷം എടാ ഞാൻ അച്ഛൻ എന്നുള്ള രീതിയിൽ വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഞാൻ തന്നെയല്ലേ. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ നിന്നെ അല്ല ഞാൻ അതെൻ്റെ തെറ്റാണ്. അല്ല അതായത്
ഇടുന്ന നിശാദേവാടി ഇവിടെ വീട്ടിൽ പോയി ഞാനെന്നാക്കണ്ടേ ഇവിടെ കുട്ടീനെ വിളിച്ച് ഇവിടെ വീട്ടിൽ പോയി ഞാൻ പിന്നെ എന്താ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ തന്നെ കുട്ടീനെ എപ്പം കുളിപ്പിക്കുകയും ചെയ്തേനെ അൻവിയല്ലോ അപ്പോഴാണ് എനിക്ക് ജോലിക്കും പോണ്ടി വന്നു ഇല്ലെങ്കിൽ ഞാൻ എല്ലാം നോക്കി ഇല്ലെങ്കിൽ ഞാനെല്ലാം ചെയ്തേനോ നീ ബാക്കി ഇതെല്ലാം ചെയ്യാൻ അവസരം കിട്ടണ്ടേ എന്നല്ലേ. പക്ഷെ സാഹിജ് അങ്ങനെയല്ല, സാഹിജിന് അവസരം ഇഷ്ടം പോലെ ഉണ്ട്. അവനെല്ലാം അവസരമുണ്ട് അവനെ കൊണ്ട് അല്ലേ എല്ലാം കണ്ടറിഞ്ഞിട്ട് അവൻ ആദ്യമേ പറഞ്ഞ് അവളോട് പോലും പറയുന്നുണ്ട് കുട്ടീൻ്റെ കാര്യത്തിൽ നീ എന്നോട് ഇന്ന് ഇതാക്കാൻ നിൽക്കരുത്, ഞാൻ തന്നെ ആയിരിക്കും ഫുൾ ടൈം കുട്ടീനെ നോക്കും അങ്ങനെ ഇങ്ങനെ വീടല്ല ഒരു അപ്പോൾ ഞാനെന്നാണ് പക്ഷെ ഞാൻ വെയിൽ കൊണ്ടില്ലാണ് ഒരുപാട്. ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് അങ്ങ് ദൂരതയിൽ നിന്നും ഞാൻ വരുന്നത്. അപ്പം നീ ഇടുന്ന കുട്ടീനെ ഞാനെന്നാണ് ചെയ്യേണ്ടത് അല്ലേ അൻവി മോനെ? വളർന്ന് പന്തലിക്കുന്നവരെ അല്ലേ മോനെ? എനിക്ക് ഓർമ്മയുണ്ടോ പണ്ട് അച്ഛനെ കുളിപ്പിച്ചല്ലോ? എനിക്ക് ഓർമ്മയുണ്ടോ ഇല്ലോ സത്യം പറ. അച്ഛൻ എനിക്ക് ചോറിലും തന്ന് പണ്ട് ഓർമ്മയില്ല? ഒന്നും ഓർമ്മയില്ലല്ലേ? ഒലക്കാതെ അതെന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം അല്ലേ? ഇന്നത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളും പണ്ട് ഞാൻ പറഞ്ഞില്ല ഇനിയൊന്നും എടുക്കാനൊന്നുമില്ല. ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ. അപ്പോൾ രാവിലെ വരും, എൻ്റെ രാവിലത്തെ വീടിനിങ്ങനെ ചോറുകളെല്ലാം തന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നേരം വൈകിട്ട് പോകുന്നു. പിന്നെ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായലും മേടിക്കാൻ പോകുന്നതെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുന്നു എനിക്ക് ഇടുന്നത്. കാരണം നമുക്ക് ഇവിടുന്ന് നേരം കൂടുണ്ടേ അല്ലേ? അതിനെ ഇടയ്ക്ക് എന്തെങ്കിലും ചെക്കപ്പിനെല്ലാം ഒന്ന് താഴോട്ട് പോകും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സോഫയിൽ കിടന്നുറങ്ങും, അങ്ങനെയുള്ള ഇതിങ്ങനെ. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഒരുത്തനും കൂടി വരാനുണ്ട്, അവനെ ഞാൻ കൂടി ഞാൻ കാണിച്ചതിന് വൈകിട്ട് കേട്ടാ. ഇതേട്ടാ ഏട്ടാ സ്കൂളിൽ വന്നിട്ട് പഠിപ്പിക്കുന്ന ഇതിൻ്റെ നടുക്കും അതാണ് ഹോസ്പിറ്റലിൽ ഒരാൾ വരുന്നത് പ്രസവം കഴിഞ്ഞ് 4ാമത്തെ ദിവസം. സായിജേ ഓനാന്നിതാ പ്രസവിച്ച നീയാന്ന് പ്രസവിച്ചത് കേടാ എന്തില്ല അൻവി നീ എത്രാമത്തെ ദിവസാ സായിജേ? എടാ 3ാമത്തെ ദിവസമാടാ കുട്ടീനെ കാണാൻ വരുന്നത്. നാണം ഉണ്ടോടാ നിനക്ക്? വാട്സപ്പിലാ? എന്നാലും എനിക്കൊന്ന് വിളിച്ചിട്ടെങ്കൊന്ന് പറയാനു. നീ ഇത് ഹോട്ടലല്ല, തിന്നാന്നും കൊണ്ടുവച്ചിട്ടില്ലേ? നീ എന്നാ കൊണ്ടുവന്നിന് വരുമ്പോ നീ കുട്ടിക്ക് ആപ്പിള് കൊണ്ടതിനാ? കുട്ടീനെ കാണാൻ വന്നിട്ട് ചോദിക്കും ഇവിടെ തിന്നാനൊന്നുമില്ല. മോനെ അൻവി എന്നാ ചെയ്തോട്ടനോട് ഞാൻ പറയണ്ടേ പറ. ഓൻ പഠിക്കുന്ന കണ്ടില്ല നീ ഇവിടുന്ന്? ഓ 3 ദിവസമായിട്ട് അവൻ്റെ വീടല്ല ഇതല്ലടാ, പഠന വീടാ. അങ്ങനെ ലാസ്റ്റ് വീട്ടിലെത്തി. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനും ലേശും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അമ്മയാടെയുള്ള അമ്മയും ലേശുവിൻ്റെ അമ്മയും പിന്നെ സായിജും അവിടെയുണ്ട്. ബാക്കി നമ്മളിങ്ങോട്ട് വന്ന് കുറച്ച് ലേറ്റായിട്ട് ഇങ്ങോട്ട് വന്ന് എല്ലാവരും കൂടി അവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി രാവിലെ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകും. അടുത്ത ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാട്ടെ ഇന്ന് ഈ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പം വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ലേ. നിങ്ങൾ ഇന്നലെ കമൻറ്റിൽ കുറേ ചോദിച്ച കുറച്ച് കാര്യങ്ങളിലുണ്ടെങ്കിലും യേശുവിനൊന്ന് കാണിക്കണം എന്നെല്ലാം പറഞ്ഞതിന് ഓളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ വ്ലോഗ് എടുത്തത്. അപ്പം അടുത്ത വീഡിയോ വേറൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വരാം. വേറെ എല്ലാവരോടും വീണ്ടും നന്ദി പറയുന്നു, നിങ്ങളുടെ ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.